മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നവജാത ശിശുവിനെ ക്വാറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ആറ്റൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ ഉടനെ ക്വാറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പരിശോധനയിൽ അഴുകി ജീർണിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വിവരങ്ങളുമായി രഞ്ജിലാണ് ചേരുന്നത്. രഞ്ജിൽ, എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ വിങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ്. ജനിച്ച കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്, അതും കുഞ്ഞിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ എന്നൊരു വാർത്ത കൂടിയാണ് വരുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രഞ്ജിൽ? രേണുക, നാടിന് നടുക്കിയ ഒരു ക്രൂര കൊലപാതകം തന്നെ പറയാം. കാരണം ഈ ഒരു നവജാത ശിശുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ക്വാറിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ ആറ്റൂരിലാണ് സംഭവം. 8 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ അമ്മ സ്വപ്നയെ പോലീസ് സ്വപ്നയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി, അതായത് സ്വപ്ന 8 മാസം ഗർഭിണിയായിരിക്കെ അബോഷന് വേണ്ടിയുള്ള ഗുളിക കഴിക്കുന്നു. തുടർന്ന് 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രസവം ഉണ്ടാകുന്നു. അതും വീട്ടിലെ ശുചിമുറിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ പ്രസവം നടക്കുന്നത്. പ്രസവത്തിന് പിന്നാലെ ഈ കുട്ടിയുടെ മൃതദേഹം ബാഗിലാക്കി സൂക്ഷിക്കുന്നു. പിന്നാലെ ക്വാറിയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഈ വിവരം അപ്പോഴൊന്നും നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ഈ ഒരു യുവതിക്ക് അമിത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതി ഗർഭിണിയായിരുന്നുവെന്നും പ്രസവിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. പിന്നാലെയാണ് യുവതി തന്നെ ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം ക്വാറിയിൽ ഉപേക്ഷിച്ച കാര്യം മൊഴി നൽകുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ യുവതിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ ഒരു യുവതിയെ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കാരണം അമിത രക്തസ്രാവം ഉള്ള കാരണം തന്നെ ഈ ഒരു യുവതി ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ആ ഒരു ചികിത്സയ്ക്ക് ശേഷം ഇനി തിരിച്ച് ഈ ഒരു പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമേ ഈ ബാക്കി വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരികയുള്ളൂ. എന്തായാലും 8 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. അതും ദ്രവിച്ച അല്ലെങ്കിൽ ഒരു ജീർണിച്ച നിലയിലുള്ള മൃതദേഹമായിരുന്നു ഇപ്പോൾ പോലീസ് കണ്ടെടുത്തത്. വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരും തന്നെ ഈ യുവതി ഗർഭിണിയായ വിവരമോ അല്ലെങ്കിൽ പ്രസവിച്ച വിവരമോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ഒരു പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ യുവതി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്രസവം നടന്നിരുന്നു എന്നും യുവതി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ യുവതിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ യുവതിയെ കസ്റ്റഡിയിൽ എടുക്കാനോ കൂടുതൽ ചോദ്യം ചെയ്യാനോ ഉള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. കാരണം ഇപ്പോഴും യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഒരു ചികിത്സയ്ക്ക് ശേഷമായിരിക്കും യുവതിയെ കൂടുതൽ കാര്യങ്ങൾക്കായി അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യുകയോ ഒക്കെ തന്നെ ഉണ്ടാവുക. എന്തായാലും അതിനുശേഷമേ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പുറത്തു വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചിരിക്കുകയാണ്. യുവതിയെ കൂടുതൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം തന്നെ ചികിത്സയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു 8 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തു. നാടിന് നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ തൃശൂർ ആറ്റൂരിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് യുവതി ഇത്തരത്തിൽ പ്രസവിക്കുന്നതും തുടർന്ന് ഈ ഒരു കുട്ടിയെ ബാഗിലാക്കി ക്വാറിയിൽ ഉപേക്ഷിക്കുന്നതും. കുട്ടിക്ക് ജീവനുണ്ടായിരുന്നോ പ്രസവ സമയത്ത് എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോ ഇനി മനഃപൂർവ്വം കുട്ടിയെ കൊന്നു കളഞ്ഞതാണോ, അതായത് പ്രസവത്തിന് പിന്നാലെ കൊന്നു കളഞ്ഞതാണോ എന്ന കാര്യമൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഈ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി അമ്മ സ്വപ്നയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. രേണുക. ശരി രഞ്ജിൽ, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ കുട്ടി, എനിക്ക് എൻ്റെ ഒരു സംശയമാണ്, ഒരുപക്ഷെ ഈ കുട്ടി ഒരു 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാകാം, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണോ? അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല. എന്തായാലും ഈ ഒരു അമ്മ സ്വപ്നയുടെ അല്ലെങ്കിൽ സ്വപ്ന ഗർഭിണിയായിരുന്നുള്ള വിവരമോ അല്ലെങ്കിൽ പ്രസവിച്ചിരുന്നു എന്നുള്ള വിവരമോ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആരും തന്നെ ഈ ഒരു പ്രസവ വിവരം അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒരു യുവതിക്ക് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവളാണ് ഇത്തരത്തിൽ ഗർഭിണിയായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ പ്രസവിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതിന്റെ ഞെട്ടലിലാണ് നാടും നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും ഉള്ളത്. എന്തായാലും നാടിന് നടുക്കിയൊരു ക്രൂര കൊലപാതകം. കുഞ്ഞിന്റെ 8 മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ മൃതദേഹം ലഭിക്കുന്നു. ക്വാറിയിൽ നിന്നും ജീർണിച്ച നിലയിൽ ലഭിക്കുന്നു. അതിന് ഉത്തരവാദിയായ ആൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ ആ ഒരു സ്വപ്നയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ത്രീയിൽ നിന്നും സ്ത്രീയെ ചോദ്യം ചെയ്താൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഈ ഒരു സ്ത്രീയുടെ പ്രായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഈ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അബോഷന് വേണ്ടി കഴിക്കുന്ന ഗുളിക കഴിച്ച് 8-ാം മാസത്തിൽ ആ ഗുളിക കഴിച്ചിട്ടാണ് ഈ ഒരു പ്രസവം നടന്നത്.
നടന്നിരിക്കുന്നത്. അതും വീട്ടിലെ ശുചിമുറിയിൽ വെച്ചാണ് ഈ പ്രസവം നടന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഇതിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആരും തന്നെ അറിയാതെ ഇത്തരത്തിൽ ഒരു പ്രസവം നടത്തി ആ കുഞ്ഞിനെ ക്വാറിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. അതിൽ മറ്റു ആരുടെയെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചിരുന്നോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതെല്ലാം ആ ഒരു സ്വപ്നയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ സ്വപ്ന ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സയ്ക്ക് ശേഷം പോലീസ് കൂടുതൽ വിവരങ്ങൾക്കായി കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരിക. മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ? കാരണം അറിയാം, പ്രസവത്തിന് പിന്നാലെ ഒറ്റയ്ക്ക് എന്തായാലും ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് ഉപേക്ഷിക്കാനുള്ള ആ ഒരു ആരോഗ്യസ്ഥിതിയൊന്നും ഒരു സ്ത്രീക്ക് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ എന്തായാലും ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. രേണുക, ശരി രഞ്ജിൽ, വ്യക്തമാണ്. അതുതന്നെയാണ്. എന്തായാലും ഒറ്റയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞ യുവതി ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ കൊണ്ട് ക്വാറിയിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അതിനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നോ എന്നൊരു തന്നെ ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും നവജാത ശിശുവിനെ ക്വാറിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് സംഭവം. ജനിച്ച കുഞ്ഞിനെ അല്ലെങ്കിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്വാറിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ബാഗിൽ പൊതിഞ്ഞാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. തൃശൂർ ആറ്റൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ ഉടനെ ക്വാറിയിൽ ഉപേക്ഷിച്ചു. വീട്ടുകാർ അറിയാതെയാണ് ഗർഭിണിയായതെന്ന് യുവതി പറയുന്നു. അതോടൊപ്പം തന്നെ 8 മാസത്തിന് മുമ്പ് ഈ കുട്ടി അബോർഷൻ ഗുളിക കഴിച്ചിരുന്നു. അതിൽ ഫലം കണ്ടില്ല. ലാസ്റ്റ് പെൺകുട്ടി പ്രസവിക്കുകയും ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു അടുത്തൊരു പ്രക്രിയ എന്ന രീതിയിൽ ഈ കുട്ടി ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ പെൺകുട്ടി സ്വപ്ന ഇപ്പോൾ ആശുപത്രിയിലാണ്. അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് ഇപ്പോൾ പെൺകുട്ടി ആശുപത്രിയിലാണ്. ആശുപത്രിക്ക് ശേഷം തിരികെ വന്നിട്ടുള്ള പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഈ പെൺകുട്ടിയിൽ നിന്ന് വേണം ഇതിന് ഉത്തരവാദി ആരാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പോലീസിന് അറിയാൻ കഴിയുകയുള്ളൂ. പ്രസവാനന്തരം കുട്ടി മരിച്ചുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം അഴുകിയ നിലയിലാണ് ക്വാറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലാണ് മറ്റ് വിവരങ്ങൾ ഇതിനെപ്പറ്റി വരിക. വിവരങ്ങൾ പങ്കുവച്ചത് രഞ്ജിൽ രാജാണ്.